Good morning, dears. Welcome to the class. Today we are going to complete our textbook activities. Okay, let's start our class. Activity 1. I load my little boats with shoe leaf flower from our garden. The boy says many things about his hopes, wishes, plans, and dreams. Now make sentences about the boy's dreams and hopes by matching the items in the column meaningfully. I load my little boats with shoe leaf flower from our garden. ഞങ്ങളുടെ ഗാർഡനിലുള്ള ഷൂലി ഫ്ലവർ കൊണ്ട് ഞാൻ എൻ്റെ ബോട്ട് നിറച്ചു. ദ ബോയ് സേസ് മെനി തിങ്സ് അബൌട്ട് ഹിസ് ഹോപ്സ്, വിഷസ്, പ്ലാൻസ് ആൻഡ് ഡ്രീംസ്. ആ ആൺകുട്ടി അവൻ്റെ ആഗ്രഹങ്ങളും പ്ലാനുകളും സ്വപ്നങ്ങളുമെല്ലാം പങ്കുവെക്കുകയാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നൗ മേക്ക് സെൻറ്റൻസസ് അബൌട്ട് ദ ബോയ്സ് ഡ്രീംസ് ആൻഡ് ഹോപ്സ് ബൈ മേച്ചിങ് ദ ഐറ്റംസ് ഇൻ ദ കോളംസ് മീനിങ് താഴെ തന്നിരിക്കുന്ന കോളത്തിൽ നിന്നും തിരഞ്ഞെടുത്ത് വാക്കുകൾ യോജിപ്പിച്ച് സ്യൂട്ടബിൾ ആയിട്ടുള്ള മീനിങ് ആയിട്ടുള്ള സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടില്ലേ, 3 കോളമാണുള്ളത്. Join the items in the columns and write meaningful sentences in the space below. താഴെ കൊടുത്തിരിക്കുന്ന സ്പേസിൽ അത് മീനിങ് ആയിട്ടുള്ള സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് ഐ എന്നാണ്. രണ്ടാമത്തെ കോളത്തിലോ ഫ്ലോട്ട്, ഹോപ്പ്, ബറി, റൈറ്റ്. മൂന്നാമത്തെ കോളത്തിൽ മൈ ഫേസ് ഇൻ മൈ ആം, മൈ നെയിം ഓൺ ദ പേപ്പർ ബോട്ട്, that someone will see my paper boats, my paper boat in the stream. First sentence, I float my paper boat in the stream. ഞാൻ എൻ്റെ പേപ്പർ ബോട്ട് തോട്ടിൽ ഒഴുക്കി. സെക്കൻഡ്, I hope that someone will see my paper boats. ഞാൻ ആഗ്രഹിച്ചു എൻ്റെ പേപ്പർ ബോട്ട് ആരെങ്കിലും കാണുമെന്ന്. I bury face in my arm. ഞാൻ എൻ്റെ മുഖം കൈകൊണ്ട് മറച്ചു. I write my name on the paper boat. ഞാൻ എൻ്റെ പേര് പേപ്പർ ബോട്ടിൽ എഴുതി. ഇങ്ങനെയാണ് നമുക്ക് അതിൽ നിന്നും 4 യൂസ്ഫുൾ ആയിട്ടുള്ള മീനിങ് ആയിട്ടുള്ള സെൻറ്റൻസ് കിട്ടിയത്. ആക്ടിവിറ്റി 2. Read the following sentences. Write the word opposite in meaning to the word underlined in the space provided. Complete the puzzle using these words. ഫില്ല് ചെയ്യാനുള്ള ഭാഗത്ത് എഴുതേണ്ട വേർഡ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ അണ്ടർലൈൻ ഇട്ട വേർഡിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് വേർഡ് നോക്കാം. അന്ന ഈസ് സ്മോൾ ബട്ട് ദ ബോയ് ഈസ് ഡാഷ്. അന്ന ഈസ് സ്മോൾ എന്നുള്ളതിൽ സ്മോൾ ആണ് അണ്ടർലൈൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് ഏതായിരിക്കും? യെസ്, ബിഗ്. അന്ന ഈസ് സ്മോൾ ബട്ട് ദ ബോയ് ഈസ് ബിഗ്. നെക്സ്റ്റ് പറയുന്നത് അന്ന ലേൺഡ് ഡാഷ് ഹാബിറ്റ്സ് ഫ്രം ഹെർ ആൻഡ് ഷീ ഡസൻ ലൈക്ക് ബാഡ് ഹാബിറ്റ്സ്. എന്താണ്? അന്ന ലേൺഡ്, അന്ന പഠിച്ചു, ഡാഷ് ഹാബിറ്റ്സ് ഫ്രം ഹെർ ആൻഡിൻ്റെ പക്കൽ നിന്നും ഏത് ഹാബിറ്റാന്ന് പറയുന്നില്ല. ഷീ ഡസൻ ലൈക്ക് ബാഡ് ഹാബിറ്റ്സ്. അവർ ബാഡ് ഹാബിറ്റ്സ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അപ്പോൾ ബാഡാണ്. ബാഡിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? ഗുഡ്. അന്ന ലേൺഡ് ഗുഡ് ഹാബിറ്റ്സ് ഫ്രം ഹെർ ആൻഡ് ഷീ ഡസൻ ലൈക്ക് ബാഡ് ഹാബിറ്റ്സ്. തേർഡ് സെൻറ്റൻസ്, അന്നാസ് ഫാദർ സ്റ്റാർട്ടഡ് ഫോർ ഹിസ് ഓഫീസ് അറ്റ് ഡാഷ് ആൻഡ് റിട്ടേൺഡ് ഹോം അറ്റ് ഡസ്ക്. എന്താ പറഞ്ഞിരിക്കുന്നത്? അന്നയുടെ ഫാദർ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അറ്റ് ഡാഷ്, സമയം പറഞ്ഞിട്ടില്ല. ആൻഡ് റിട്ടേൺഡ് ഹോം അറ്റ് ഡസ്ക്, തിരിച്ചു വരുന്നത് എപ്പോഴാണ്? ഡസ്ക്, അതായത് സന്ധ്യയ്ക്കാണ്. അപ്പോൾ സന്ധ്യ, ഡസ്ക് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ഏതായിരിക്കും? ഡോൺ. അന്നാസ് ഫാദർ സ്റ്റാർട്ടഡ് ഫോർ ഹിസ് ഓഫീസ് അറ്റ് ഡോൺ ആൻഡ് റിട്ടേൺഡ് ഹോം അറ്റ് ഡസ്ക്. Fourth sentence, the boy launched his boats during the day. He dreamed about it at dash. The boy launched his boats during the day എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ബോട്ട് ഒഴുക്കുന്നത്? രാവിലെയാണ് അല്ലേ? ഡേ ടൈം ആണ്. He dreamed about it at, എപ്പോഴാണ് സ്വപ്നം കാണുന്നത്? യെസ്, ഡേയുടെ ഓപ്പോസിറ്റ് ഏതാണ്? നൈറ്റ്. The boy launched his boats during the day. He dreamed about it at night. Fifth question, the boy pulled the boat.
Anna became sad and made boats. Anna became dash. The boy pulled the boat. Boy ആ ബോട്ട് ഇച്ചപ്പോൾ അന്ന ബിക്കെയിം സാഡ്, അന്ന ദുഃഖത്തിലായി. ആൻഡ് മെയ്ഡ് ബോട്ട്സ്, ആൻറ്റി വേറെ ബോട്ട്സ് ഉണ്ടാക്കി കൊടുത്തു ഇല്ലേ. സാഡ് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ഏതായിരിക്കും? അന്ന ബിക്കെയിം ഹാപ്പി, അന്ന സന്തോഷത്തിലായി. ഈ കിട്ടിയ ആൻസേഴ്സ് വെച്ച് ഈ പസിൽ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. ആൻസേഴ്സ് എല്ലാം ഇതുപോലെ ഈ പസിലിൽ എഴുതി കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ. ആക്ടിവിറ്റി 3. Anna's paper boat sailed through several places and saw many things. Read how Anna's paper boat describes its experience. അന്നയുടെ ബോട്ട് ഇങ്ങനെ ഒഴുകി നടന്ന് പല കാര്യങ്ങളും കണ്ടു. ആ എക്സ്പീരിയൻസ് എഴുതിയിരിക്കുകയാണ് ബോട്ട്. I am a paper boat. Anna's aunt made me. One day Anna pushed me into a stream. I sailed along the stream. I saw many things. Flowering plants danced on the shore. A frog pounced on me. Thank God I was not overturned. എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാനൊരു പേപ്പർ ബോട്ടാണ്. അന്നയുടെ ആൻറ്റാണ് എന്നെ ഉണ്ടാക്കിയത്. ഒരു ദിവസം അന്ന എന്നെ തോട്ടിലേക്ക് ഒഴുക്കി വിട്ടു. ഞാനങ്ങനെ ഒഴുകി പോകുമ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. പൂവിട്ട ചെടികൾ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് കണ്ടു തീരത്ത്. അതുപോലെ ഒരു ഫ്രോഗ് എൻ്റെ മേലേക്ക് ചാടി വീണു. ദൈവം രക്ഷിച്ചതുകൊണ്ട് ഞാൻ മറിഞ്ഞില്ല. ഇതൊക്കെയാണ് പേപ്പർ ബോട്ട് എഴുതിയിരിക്കുന്നത്. ഹാവ് യു ഹാഡ് എനി സച്ച് എക്സ്പീരിയൻസസ് വൈൽ ട്രാവലിംഗ്? റൈറ്റ് അബൌട്ട് ഇറ്റ്. നിങ്ങൾക്കും യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കീപ്പ് ഇൻ മൈൻഡ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വെൻ യു റൈറ്റ്. നിങ്ങൾ എഴുതുമ്പോൾ താഴെ പറയുന്ന ക്വസ്റ്റ്യൻസിന് കൂടി ആൻസർ ഉണ്ടായിരിക്കണം അതിൽ. വേർ ഡിഡ് യു ഗോ? നിങ്ങൾ എങ്ങോട്ടാണ് പോയത്? വെൻ ഡിഡ് യു ഗോ? എപ്പോഴാണ് പോയത്? ഹൂ വേർ വിത്ത് യു? ആരൊക്കെ ഉണ്ടായിരുന്നു കൂടെ? വാട്ട് ഡിഡ് യു സീ ഓൺ ദ വേ? എന്തൊക്കെ കണ്ടു? വാട്ട് ഫുഡ് ഡിഡ് യു ഹാവ്? എന്തൊക്കെ കഴിച്ചു? വിച്ച് സൈഡ് ഡിഡ് യു ലൈക്ക് ദ മോസ്റ്റ്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച എന്താണ്? ഹൗ ഡിഡ് യു ഗോ? ബൈ ബസ് ഓർ ബൈ ട്രെയിൻ? എങ്ങനെയാണ് പോയത്? ബസ്സിലാണോ ട്രെയിനിലാണോ? ഹൗ വാസ് ദ ട്രിപ്പ്? എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? ഇതെല്ലാം അതിൽ വരണം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ലാസ്റ്റ് മന്ത് ഐ വെൻറ്റ് ടു മുംബൈ ജൂഹു ബീച്ച്. കഴിഞ്ഞ മാസം ഞാൻ മുംബൈയിലെ ജൂഹു ബീച്ച് പോയി. വിത്ത് മൈ ഫാമിലി ബൈ ട്രെയിൻ. ഫാമിലിയോടൊത്ത് ട്രെയിനിലാണ് പോയത്. I saw many vehicles, shops, houses, trees and people on the way. ഞാൻ ഒരുപാട് വാഹനങ്ങളും വീടുകളും അതുപോലെ കടകളും മരങ്ങളും ആളുകളെയും ഒക്കെ കണ്ടു. We ate ബേൽപൂരി, ഐസ്ക്രീംസ് ആൻഡ് സ്വീറ്റ്സ്. ഞങ്ങൾ അവിടുന്ന് കഴിച്ചത് എന്തൊക്കെയാണ്? ബേൽപൂരി കഴിച്ചു, ഒരുപാട് ഐസ്ക്രീംസ്, സ്വീറ്റ്സ് എല്ലാം കഴിച്ചു. ആൻഡ് വി സോ സൺസെറ്റ്. ഞങ്ങളവിടെ സൺസെറ്റ് സൂര്യാസ്തമയം കണ്ടു. ഇറ്റ് വാസ് എ ഫെൻറ്റാസ്റ്റിക് എക്സ്പീരിയൻസ്. വി എൻജോയ്ഡ് ദ ട്രിപ്പ് എ ലോട്ട്. അതൊരു പ്രത്യേക അനുഭൂതിയായിരുന്നു. ആ സംഭവങ്ങളൊക്കെ കണ്ടത് ഒരു പ്രത്യേക സംഭവമായിരുന്നു. ഞങ്ങൾ ആ ട്രിപ്പ് വളരെയധികം ആസ്വദിച്ചു. Activity 4. The Boy's Diary. Arundhati made boats for the boy. He felt very happy. He wrote his diary. What would the boy write in his diary that day? അരുന്ധതി ബോട്ട് ഉണ്ടാക്കി ആ ആൺകുട്ടിക്ക് കൊടുത്തു. അവന് വളരെ സന്തോഷമായി. ആ ദിവസം അവൻ അവൻ്റെ ഡയറി എഴുതി. എന്തൊക്കെയായിരിക്കും അവൻ അവൻ്റെ ഡയറിയിൽ എഴുതിയിട്ടുണ്ടായിരിക്കുക? നമ്മളൊരു ദിവസം നടന്ന സംഭവങ്ങളാണ് നമ്മുടെ അന്നത്തെ ഡയറിയിൽ എഴുതുക. അപ്പോൾ ആ കുട്ടി എന്തായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? ടുഡേ വാസ് എ ഹാപ്പി ഡേ ഫോർ മീ. എന്നെ സംബന്ധിച്ച് ഇന്നൊരു സന്തോഷമുള്ള ദിവസമായിരുന്നു. ഐ ഗോട്ട് എ ന്യൂ ഫ്രണ്ട്. ഹെർ നെയിം ഈസ് അന്ന. എനിക്കൊരു പുതിയ ഫ്രണ്ടിനെ കിട്ടി. അവളുടെ പേര് അന്ന എന്നാണ്. ഐ മെറ്റ് ഹെർ അറ്റ് ദ റിവർ സൈഡ്. എവിടെ നിന്നാണ് അവളെ കണ്ടത്? പുഴക്കരയിൽ നിന്നാണ്. ഫസ്റ്റ് ഐ ക്രിയേറ്റഡ് ഡിഫിക്കൽട്ട് ഫോർ ഹെർ. ഞാൻ അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി ആദ്യം. ദെൻ ഷീ ഗേവ് ബോട്ട്സ് ടു മീ. അതിനുശേഷം അവൾ എനിക്ക് ബോട്ടുകൾ തന്നു. സോ ഐ വാസ് ഓൾസോ പ്ലേഡ് വിത്ത് ഹെർ. അതിനുശേഷം ഞാനും അവളുടെ കൂടെ കളിച്ചു. ഐ സെഡ് സോറി ടു ഹെർ ആൻഡ് ഷീ ആക്സെപ്റ്റഡ് ദാറ്റ്. ഞാൻ അവളോട് സോറി പറഞ്ഞു, അവളത് സ്വീകരിച്ചു. ആൻഡ് വി ബിക്കെയിം ഗുഡ് ഫ്രണ്ട്സ്. അതിനുശേഷം ഞങ്ങൾ നല്ല കൂട്ടുകാരായി തീർന്നു. ഇങ്ങനെയായിരിക്കും ആ കുട്ടി അവൻ്റെ ഡയറി എഴുതുക.
നിങ്ങളും ഇതുപോലെ ഇമാജിൻ ചെയ്ത് എഴുതി നോക്കണം. ഓക്കെ. Activity 5. Complete the paragraph using the suitable words given in the box. പാരഗ്രാഫ് ഫില്ല് ചെയ്യണം താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച്. ഏതൊക്കെയാണ്? ഹി, ഷീ, ഇറ്റ്, ഹിസ്, ഹെർ, ദേ. അപ്പോൾ അത് ഉപയോഗിച്ചാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫില്ല് ചെയ്യാം. ഹി അവൻ, ഷീ അവൾ, ഇറ്റ് അത് അല്ലെങ്കിൽ ഇത്, ഹിസ് അവൻ്റെ, ഹെർ അവളുടെ, ദേ അവർ എന്നാണ് വരുന്നത്. അപ്പോൾ അത് വെച്ച് ഫില്ല് ചെയ്യാം. Anna had an aunt. Her name was Arundhati. അവളുടെ പേര് അരുന്ധതി എന്നായിരുന്നു. One day Aunt Arundhati made paper boats for Anna. ഒരു ദിവസം അന്നയ്ക്ക് അരുന്ധതി പേപ്പർ ബോട്ട് ഉണ്ടാക്കി നൽകി. Anna played with them. അത് വെച്ച് അന്ന കളിച്ചു. She became very happy. അന്ന എങ്ങനെയായിരുന്നു? വളരെ ഹാപ്പി ആയിരുന്നു. Anna went to the stream and launched her boat. അന്ന തോടിൻ്റെ കരയിലേക്ക് പോയി അവളുടെ ബോട്ട് ഒഴുക്കി. ഇറ്റ് മൂവ് പ്രൗഡ്ലി. ബോട്ട് വളരെ ഗാംഭീര്യത്തോടു കൂടി ഒഴുകി. എ ബോയ് കെയിം ദർ. ഒരു ആൺകുട്ടി വന്നു. ഹി ഡിസ്ട്രോയിഡ് ദ ബോട്ട്. അവൻ ആ ബോട്ട് നശിപ്പിച്ചു. അന്ന സ്റ്റെയർഡ് അറ്റ് ഹിം ആംഗ്രിലി. അന്ന അവനെ തുറിച്ചു നോക്കി. ദേ ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ആൻഡ് അരുന്ധതി വെൻറ്റ് ടു ഹെർ ആൻഡ് കൺസോൾഡ് ഹെർ. അരുന്ധതിയുടെ അടുത്ത് അവൾ പോയപ്പോൾ എന്താണ്? അവളെ അരുന്ധതി ആശ്വസിപ്പിച്ചു. ഇങ്ങനെയാണ് ആ പാസേജ് ഫില്ല് ചെയ്യേണ്ടത്. സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ച് ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ. Activity 6. Read the following dialogues and write suitable exchanges using why should in the given spaces. താഴെ കുറച്ച് സെൻറ്റൻസസ് കൊടുത്തിട്ടുണ്ട് ഇല്ലേ? അതൊരു കോൺവെർസേഷൻ ആണ്. വിട്ടുപോയ ഭാഗത്ത് വൈ ഷുഡ് എന്ന് വെച്ച് നമ്മൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് എന്താണ്? ഐ വിൽ സ്കോൾഡ് ദ ബോയ്. അന്നയാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ഞാൻ ആ ആൺകുട്ടിയെ ചീത്ത പറയും, വഴക്കു പറയും എന്നാണ് പറയുന്നത്. അപ്പോൾ ആൻറ്റി ചോദിക്കുകയാണ്, വൈ ഷുഡ് യു സ്കോൾഡ് ദ ബോയ്? നീ എന്തിന്? വൈ ഷുഡ്, നിങ്ങൾ എന്തിന് ചെയ്യണം? ആ കുട്ടിയെ വഴക്കു പറയണം. വീണ്ടും ആൻറ്റിയാണ്, ഐ വിൽ മേക്ക് 2 ബോട്ട്സ് ഫോർ ഹിം. ഞാൻ 2 ബോട്ട് ഉണ്ടാക്കി തരാം അവന് വേണ്ടി. അപ്പോൾ അന്ന എന്തായിരിക്കും ചോദിക്കുക വൈ ഷുഡ് വെച്ചിട്ട്? യെസ്, വൈ ഷുഡ് യു മേക്ക് 2 ബോട്ട്സ് ഫോർ ഹിം? നിങ്ങൾ എന്തിന് 2 ബോട്ട് അവന് വേണ്ടി ഉണ്ടാക്കി നൽകണം എന്നാണ് അന്ന ചോദിക്കുന്നത്. അപ്പോൾ ആ ആൺകുട്ടി ഐ വിൽ ഗ്രാബ് ദ ബോട്ട്. ഞാൻ ആ ബോട്ട് എടുക്കും. ഗ്രാബ് ദ ബോട്ട് എന്ന് പറഞ്ഞാൽ അത് വലിച്ചെടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെന്തായിരിക്കും അന്ന പറഞ്ഞിട്ടുണ്ടാവുക വൈ ഷുഡ് വെച്ച്? വൈ ഷുഡ് യു ഗ്രാബ് ദ ബോട്ട്? നിങ്ങൾ എന്തിന്, നീ എന്തിനത് ചെയ്യണം, വലിച്ചെടുക്കണം എന്നാണ് അന്ന ചോദിച്ചിരിക്കുക. അപ്പോൾ ആൺകുട്ടി പറയാണ് ഐ വിൽ ടേക്ക് ദ ബോട്ട് ഫ്രം ദ സ്ട്രീം. ഞാൻ ആ ബോട്ട് സ്ട്രീമിൽ നിന്നും എടുക്കും. അപ്പോൾ അന്ന പറയാണ് വൈ ഷുഡ് യു ടേക്ക് ദ ബോട്ട് ഫ്രം ദ സ്ട്രീം? നിങ്ങൾ എന്തിന് ആ ബോട്ട് സ്ട്രീമിൽ നിന്നും എടുക്കണം? ഇങ്ങനെയാണ് വൈ ഷുഡ് എന്നതുകൊണ്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ മറ്റൊരാളെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്, വൈ ഷുഡ്, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളത് ചോദിക്കുന്നതാണിത്. ഓക്കെ. Activity 7. My family. Arundhati is Anna's aunt. Do you have an aunt? Who else are there in your family? Complete the family tree. അരുന്ധതി അന്നയുടെ ആൻറ്റി ആയിരുന്നു. നിങ്ങൾക്കുണ്ടോ ആൻറ്റി? അത് കൂടാതെ ആരൊക്കെയാണ് നിങ്ങളുടെ ഫാമിലിയിലുള്ളത്? കംപ്ലീറ്റ് ദ ഫാമിലി ട്രീ. നിങ്ങളുടെ ഫാമിലി ട്രീ വരച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടില്ലേ? മൈ ഫാമിലി എന്ന് എഴുതിയിട്ട് ആരൊക്കെയാണ്? നമുക്ക് രസ്നയുടെ ഫാമിലി ഒന്ന് നോക്കാം. ആദ്യം കൊടുത്തിരിക്കുന്നത് ഫാദറിൻ്റെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറുമാണ്, മോഹൻ, ലത. പിന്നെ കൊടുത്തിരിക്കുന്നതോ മദറിൻ്റെ ആണ് അല്ലേ, ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും, അശോകൻ ആൻഡ് സുമതി. ഫാദറിൻ്റെ പേരെന്താണ്? ഫാദറിൻ്റെ പേര് മനു, മദർ റാണി. പിന്നെ രസ്നയ്ക്ക് ആരൊക്കെയുണ്ട്? രാഹുൽ എന്ന ബ്രദറും റീന എന്ന സിസ്റ്ററുമുണ്ട്. നൗ റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് യുവർ ഫാമിലി. ഈ ട്രീ വെച്ച് ഒരു പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യണം നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ച്. ഓക്കെ. I am Rasna. I have a good family. My parents are Manu and Rani.
എൻ്റെ പേര് രസ്ന. എനിക്കൊരു നല്ല ഫാമിലി ഉണ്ട്. എൻ്റെ പാരൻസിൻ്റെ പേര് മനു ആൻഡ് റാണി എന്നാണ്. ഐ ഹാവ് എ ബ്രദർ ആൻഡ് സിസ്റ്റർ രാഹുൽ ആൻഡ് റീന. എനിക്ക് ഒരു ബ്രദറും സിസ്റ്ററും ഉണ്ട്. അവരുടെ പേര് രാഹുൽ, റീന എന്നാണ്. മൈ പാറ്റേണൽ പാരൻസ് ആർ മോഹൻ ആൻഡ് ലത. പാറ്റേണൽ പാരൻസ് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അച്ഛനും അമ്മയുമാണ്. ആരൊക്കെയാണ്? മോഹൻ ആൻഡ് ലത. മൈ മെറ്റേണൽ പാരൻസ് ആർ അശോകൻ ആൻഡ് സുമതി. അമ്മയുടെ അശോകനും സുമതിയുമാണ്. ഐ ലവ് മൈ ഫാമിലി. ഞാൻ എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്നു. നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ ഫാമിലിയെ കുറിച്ച് എഴുതണം. ആക്ടിവിറ്റി 8. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ഫിൽ ദ ടേബിൾ ഗിവൺ ബിലോ. A day with Anna. One Sunday morning, Anna went to play with her friends Vrinda and Arun. ഒരു ദിവസം എന്നാണ്, ഞായറാഴ്ചയാണ് അല്ലേ, അന്ന കളിക്കാൻ പോയി വൃന്ദയുടെയും അരുണിൻ്റെയും കൂടെ. ആൻഡ് അരുന്ധതി മെയ്ഡ് സം പേപ്പർ ബോട്ട്സ് ഫോർ ദം. അവർക്ക് വേണ്ടിയും ആൻഡ് അരുന്ധതി പേപ്പർ ബോട്ട് ഉണ്ടാക്കി കൊടുത്തു. ദേ വാക്ക്ഡ് ടുവേർഡ്സ് ദ പോണ്ട്. അവർ കുളത്തിനടുത്തേക്ക് നടന്നു. ഹേ, ഇറ്റ്സ് ഫുൾ ഓഫ് വാട്ടർ. അവർ പറഞ്ഞു, ഇത് നിറച്ചും വെള്ളമാണല്ലോ. അരുൺ ജംപ്ഡ് വിത്ത് ജോയ്. അരുൺ സന്തോഷത്തോടെ ചാടി. Put his paper boat, fishing net, bottle, hook and shirt on the bank and dived into the pond. അവൻ എന്തൊക്കെ അവിടെ വെച്ചു? പേപ്പർ ബോട്ട്, ഫിഷിംഗ് നെറ്റ്, ബോട്ടിൽ, ഹുക്ക്, ഷർട്ട്, ഇതെല്ലാം തീരത്ത് വെച്ചിട്ടാണ് ചാടിയത്. അന്ന ആൻഡ് ഹെർ ഫ്രണ്ട്സ് ക്ലേപ്ഡ് ദെയർ ഹാൻഡ്സ്. അന്നയും അവളുടെ ഫ്രണ്ട്സും എന്ത് ചെയ്തു? ഇത് കണ്ട് കൈയടിച്ചു. ദേ വർ റെഡ് ഫിഷ്, ഫ്രോഗ്സ്, ക്രാബ്സ് ആൻഡ് സ്മോൾ ടോർട്ടോയ്സ് ഇൻ ദ പോണ്ട്. പോണ്ടിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? റെഡ് ഫിഷ് ഉണ്ടായിരുന്നു, തവളയുണ്ടായിരുന്നു, ഞണ്ടുണ്ടായിരുന്നു, ചെറിയ ആമയുണ്ടായിരുന്നു. സഡൻലി ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. പെട്ടെന്ന് മഴ വന്നു. ദേ റാൻ ടു അന്നാസ് ഹോം. എല്ലാവരും അന്നയുടെ വീട്ടിലേക്ക് ഓടി. പാസേജ് വായിച്ച് താഴെ കൊടുത്തിരിക്കുന്ന കോളം ഫില്ല് ചെയ്യണം. എന്താണ് ചോദിച്ചിരിക്കുന്നത്? നെയിം ഓഫ് ഒബ്ജക്ട്സ്. ഈ പാസേജിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ ആക്ഷൻ വേർഡ്സ്, എന്തൊക്കെ പ്രവൃത്തികളാണ് അവർ ചെയ്തത്, ആ വേർഡ്സ് എഴുതണം. അതുപോലെ ക്യാരക്ടേഴ്സ്, ഏതൊക്കെ ആളുകളാണ് ഉണ്ടായിരുന്നത്, ഏതൊക്കെ എനിമൽസ് ആണ് ഉണ്ടായിരുന്നത്, ഇതെല്ലാം ഈ പാസേജിൽ നിന്ന് കണ്ടുപിടിച്ചെഴുതണം. അപ്പോൾ ആദ്യം നെയിം ഓഫ് ഒബ്ജക്ട്സ്, എന്തൊക്കെ സാധനങ്ങളാണുള്ളത്? യെസ്, പേപ്പർ ബോട്ട്, ഫിഷിംഗ് നെറ്റ്, ബോട്ടിൽ, ഷർട്ട്, ഹുക്ക്, ഇങ്ങനെയുള്ള ഒബ്ജക്ട്സ് ആണ് ആ പാസേജിൽ നമ്മൾ കണ്ടത്. ഇനി ഏതൊക്കെ ആക്ഷൻ വേർഡ്സ് അവർ ഉപയോഗിച്ചു? വെൻറ്റ്, പ്ലേ, മെയ്ഡ്, വാക്ക്ഡ്, ജംപ്ഡ്, പുട്ട്, ഡൈവ്ഡ്, ക്ലാപ്ഡ്, റാൻ, ഇങ്ങനെയുള്ള ആക്ഷൻ വേർഡ്സുകൾ, പ്രവൃത്തികളും ഇതിലുണ്ട്. ഇനി ക്യാരക്ടേഴ്സ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? അന്ന, അരുൺ, വൃന്ദ ആൻഡ് അരുന്ധതി അല്ലേ? ഇനി പറയുന്നതോ എനിമൽസ്. ഏതൊക്കെ എനിമൽസ് ആണ്? ക്രാബ്സ്, ഫിഷ്, ടോർട്ടോയ്സ്, ഫ്രോഗ്സ്, ഇതൊക്കെയാണ്. ആക്ടിവിറ്റി 9. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. അന്ന ബെൻറ്റ് എ ലിറ്റിൽ ആൻഡ് ലോഞ്ച്ഡ് എ പേപ്പർ ബോട്ട്. എ ഫാറ്റ് ബോയ് പൗൺസ്ഡ് ഓൺ വൺ ഓഫ് ഹെർ ബോട്ട്സ്. അന്ന കുനിഞ്ഞ് ഒരു പേപ്പർ ബോട്ട് ഒഴുക്കി. ഒരു തടിയൻ വന്ന് ആ പേപ്പർ ബോട്ടുകൾ നശിപ്പിച്ചു, അതിന്മേൽ ചാടി വീണു. ദ സ്റ്റോറി പേപ്പർ ബോട്ട് ഈസ് എ ഫെയറി ടെയിൽ. ആ പേപ്പർ ബോട്ട് എന്നുള്ളത് ഒരു നാടോടി കഥയാണ്. ദ ഫെയറീസ് ഓഫ് സ്ലീപ്പ് ആർ സെയിലിംഗ് ഇൻ ദ ബോട്ട്സ്. ലുക്ക് അറ്റ് ദ അണ്ടർലൈൻഡ് വേർഡ്സ്. അണ്ടർലൈൻ ചെയ്ത വേർഡ്സ് നോക്കൂ. ദ വേർഡ് ഇൻ ദ സെക്കൻഡ് സെൻറ്റൻസ് ഈസ് ദ പ്ലൂരൽ ഓഫ് ദ വേർഡ് ഇൻ ദ ഫസ്റ്റ് സെൻറ്റൻസ്. ഫസ്റ്റ് സെൻറ്റൻസിൽ കൊടുത്തിട്ടുള്ള, കണ്ടോ, കടുപ്പിച്ചെഴുതിയിരിക്കുന്നു. ഏതാണ്? ബോട്ട് എന്നുള്ളതിൻ്റെ പ്ലൂരലാണ് താഴെ കൊടുത്തിരിക്കുന്ന ബോട്ട്സ്. എന്താണ് പ്ലൂരലും സിംഗുലറും? ഒന്നിനെ പറയുന്നതാണ് സിംഗുലർ അല്ലേ? ബോട്ട് എന്ന് പറയുമ്പോൾ ഒരെണ്ണം. പ്ലൂരൽ എന്ന് പറയുമ്പോഴോ ബോട്ട്സ്, ഒന്നിൽ കൂടുതലാണ് ഉള്ളത് അല്ലേ? In the first set of sentences, s is added to form the plural. ഏതാണ് ചേർത്തിരിക്കുന്നത്? എസ് എന്ന് ചേർത്തപ്പോൾ പ്ലൂരലായി. But in the second set, y is replaced with ies to form the plural. ആദ്യത്തെ ബോട്ട് എന്നുള്ളതിൽ എസ് എന്ന് കൂട്ടിയപ്പോൾ ബോട്ട്സ് പ്ലൂരലായി. പക്ഷേ രണ്ടാമത്തെ സെൻറ്റൻസിൽ ഫെയറി എന്നുള്ളതിൽ ഫെയറി, ലാസ്റ്റ് വൈ ആണുള്ളത്. പക്ഷേ അതിനു പകരം
ഫെയറീസ്. IES എന്ന് ചേർത്തപ്പോഴാണ് പ്ലൂരൽ ആയത്. ശ്രദ്ധിച്ചോ? Look at the following words and write the plural forms of it. Mention the letters that you added to form its plural. താഴെ കൊടുത്തിരിക്കുന്ന വേർഡുകളുടെ പ്ലൂരൽ എഴുതണം. അതുപോലെ തന്നെ ഈ സിംഗുലർ വേർഡിൽ നിന്നും പ്ലൂരൽ ആവാൻ നിങ്ങൾ കൂട്ടിച്ചേർത്ത വേർഡ് ഏതൊക്കെയാണ് അക്ഷരങ്ങൾ എന്നുകൂടി എഴുതണം. ട്രീ, പ്ലൂരൽ എന്താണ്? ട്രീസ്. കൂട്ടിച്ചേർത്ത അക്ഷരം എസ് അല്ലേ? ട്രീയുടെ കൂടെ എസ് ചേർത്തപ്പോൾ ട്രീസ് എന്നായി. പാരൻ്റ്, പാരൻസ്, എസ് കൂടി. ചൈൽഡ്, ചിൽഡ്രൻ, ഏതാണ് കൂടിയത്? REN എന്നാണ് കൂടിയത്. ബോയ്, ബോയ്സ്, എസ് കൂടിയപ്പോഴാണ് പ്ലൂരൽ ആയത്. സ്കൈ, സ്കൈസ്, ഏതാ കൂടിയത്? IES. ഫ്ലവർ, ഫ്ലവേഴ്സ്, എസ് ആണ് കൂടിയത്. ഐസ്, എസ് ആണ് കൂടിയത്. സ്റ്റോറി, സ്റ്റോറീസ്, IES അല്ലേ കൂടിയത്. ബട്ടർഫ്ലൈ, ബട്ടർഫ്ലൈസ്, IES ആണ് ഇതിലും കൂടിയത്. ഒരു വേർഡ് സിംഗുലറിൽ നിന്നും പ്ലൂരൽ ആവുമ്പോൾ ചിലപ്പോൾ എസ് എന്ന് കൂടുന്നു, മറ്റ് ചിലപ്പോൾ REN എന്ന് കൂടുന്നു, അതുപോലെ IES എന്ന് കൂടുന്നു. അപ്പോഴാണ് ആ വേർഡ് സിംഗുലറിൽ നിന്നും പ്ലൂരലായി മാറുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾക്കറിയുന്ന വേർഡ്സ് കൂടുതലായി കണ്ടുപിടിക്കുക. ഓക്കെ, പ്രോജക്റ്റ് വർക്ക്. Look at the pictures given below and read the sentences given along with them. 4 പിക്ചർ തന്നിട്ടുണ്ട്. അതിന് താഴെയുള്ള സെൻറ്റൻസ് വായിച്ചു നോക്കാം. എ ബോയ് ഈസ് വാച്ചിങ് ദ TV. ഒരു ആൺകുട്ടി TV കണ്ടിരിക്കുന്നു. എ ബോയ് ഈസ് പീപ്പിംഗ് ത്രൂ ദ വിൻഡോ. ഒരു ആൺകുട്ടി ഒരു ജനാലയിലൂടെ എത്തി നോക്കുന്നു, ഒളിച്ചു നോക്കുന്നു. എ ഗേൾ ഈസ് സ്റ്റെയറിംഗ് അറ്റ് ദ ബോയ്. ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയെ തുറിച്ചു നോക്കുന്നു. എ ഗേൾ ഈസ് ഗേസിംഗ് അറ്റ് ദ താജ്മഹൽ. ഒരു പെൺകുട്ടി താജ്മഹലിനെ സൂക്ഷിച്ച് നോക്കുന്നു. 4 പിക്ചറിലും പറഞ്ഞിരിക്കുന്നത് ഓരോ ആളുകൾ ഓരോ സാധനങ്ങളെ നോക്കുന്നതാണ്. പക്ഷെ അതിനായിട്ട് ഉപയോഗിച്ച വേർഡ്സ് ഡിഫറൻ്റ് ആണ് അല്ലേ? ഈ വേർഡ്സ് ആർ യൂസ്ഡ് ടു ഡിനോട്ട് ഡിഫറെൻറ്റ് വേസ് ഓഫ് ലുക്കിംഗ് അറ്റ് എ തിങ് ഓർ എ പേഴ്സൺ. സം വേർഡ്സ് ആർ ഗിവൺ ഇൻ ദ ബോക്സ്. സെലക്ട് ദ റൈറ്റ് വേർഡ്സ് ആൻഡ് കംപ്ലീറ്റ് ദ വേർഡ് വെബ്. താഴെ ഒരു ബോക്സിൽ വേർഡ് തന്നിട്ടുണ്ട്. അതിൽ നിന്നും തിരഞ്ഞെടുത്ത് സ്യൂട്ടബിളായ വേർഡ് കൊണ്ട് ഒരു വേർഡ് വെബ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? ടച്ച്, വ്യൂ, ഈറ്റ്, സീ, ലുക്ക്, തിങ്ക്, സ്കാൻ, സ്മെൽ, ബ്രീത്ത്, ഒബ്സർവ്, ഫീൽ, ഐ, വാച്ച്, ടേസ്റ്റ്, ഇൻസ്പെക്ട്, സ്പീക്ക്. അതിൽ നിന്നും ഏത് വേർഡാണ് സെലക്ട് ചെയ്യുക? യെസ്, വ്യൂ, സീ, ലുക്ക്, സ്കാൻ, ഒബ്സർവ്, ഐ, ഇൻസ്പെക്ട്. ഇതെല്ലാം കണ്ണുമായി കാണുന്നതുമായി ബന്ധപ്പെട്ട വേർഡ്സ് ആണ്. അപ്പോൾ ഈ വേർഡ്സ് എല്ലാം എടുത്ത് ആ വേർഡ് വെബ് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, കണ്ടില്ലേ? ഇതുപോലെ ഓരോ വേർഡും എടുത്ത് ആ വേർഡ് വെബിന് ചുറ്റും എഴുതി അത് കംപ്ലീറ്റ് ചെയ്യണം. പറഞ്ഞിരിക്കുന്നത് ഫ്രെയിം സെൻറ്റൻസസ് യൂസിങ് ദ വേർഡ്സ് ഗിവൺ ഇൻ ദ ബോക്സ്. ഏതൊക്കെയാണ്? ലുക്ക്, സീ, സ്റ്റെയർ, വാച്ച്, ഗേസ്, പീപ്പ്. ഈ വേർഡ്സ് എല്ലാം ഉപയോഗിച്ച് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനാണ്. ദ ബെഗർ ലുക്ക്ഡ് അറ്റ് മീ ഹോപ്പ്ഫുള്ളി. I could see some coins in his palm. He stared at me for a few minutes. Some people were watching us. A little girl was gazing at us. She was really peeping through her window. ഇതൊക്കെയാണ് നമ്മൾ മേക്ക് ചെയ്ത സെൻറ്റൻസ്. ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കണം. My words. Make meaningful sentences using the word cards given below. One is done for you. കുറേ വേർഡ്സ് തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ച് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യണം. ഏതൊക്കെയാണ്? അന്ന, ഡൈവ്ഡ്, ജംപ്ഡ്, ഗോട്ട്, ദ വാട്ടർ, ദ ഹൗസ്, ഇൻ ടു, ദ സ്ട്രീം, ദ ബോയ്. അതിലൊരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ദ ബോയ് ജംപ്ഡ് ഇൻ ടു ദ സ്ട്രീം. അതുപോലെ നമുക്ക് എഴുതാം. ദ ബോയ് ജംപ്ഡ് ഇൻ ടു ദ സ്ട്രീം. Anna is a beautiful girl. Anna dived into the stream. The water is not good. The boy is fat. I got a paper boat. I jumped into the stream.
The house is small. Anna launched a paper boat into the stream. ഇത്രയും സെൻറ്റൻസുകളാണ് ആ വേർഡ്സിൽ നിന്നും ഉണ്ടാക്കിയത്. I can. You have read the story and the poem, haven't you? Try to remember the events in the story. Put a tick mark on the best matching picture. Select the letter of the picture you have ticked and write it in the box given below. Fill all the other 4 answers are right. You will get a meaningful word. സ്റ്റോറിയിൽ ഓരോ ഈവൻസും തന്നിട്ടുണ്ട്. കറക്റ്റായ അക്ഷരത്തിന് നേരെ ടിക്കിടണം. അങ്ങനെ ലാസ്റ്റ് ടിക്കിട്ടാൽ നിങ്ങൾക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു വേർഡാണ് കിട്ടുക. അന്ന സ്റ്റെയേർഡ് അറ്റ് ദ ബോയ്. ഏതാണ്? അന്ന കുട്ടിയെ തുറിച്ചു നോക്കുന്നു. ഏത് പിക്ചറിനാണ് ടിക്കിടേണ്ടത്? യെസ്, ബി കോളമാണ്. നെക്സ്റ്റ്, അന്നാസ് ബോട്ട് മൂവ്ഡ് ഡൗൺ ദ സ്ട്രീം. അന്നയുടെ ബോട്ട് താഴേക്ക് സ്ട്രീമിലേക്ക് മൂവ് ചെയ്തു. ഏതാണ് വരുന്നത്? ഓ ആണ് വരുന്നത് അല്ലേ? നെക്സ്റ്റ്, ദ ബോട്ട് വാസ് ലോഡഡ് വിത്ത് ഫ്ലവേഴ്സ്. എ ആണ് അല്ലേ ടിക്കിടേണ്ടത്? എക്കാണ്. നെക്സ്റ്റ്, അന്ന ആൻഡ് ദ ബോയ് ബിക്കെയിം ഫ്രണ്ട്സ്. രണ്ടുപേരും ഫ്രണ്ട്സുകളായി തീർന്നു. ഏതാണ് പിക്ചർ? ടി എന്നുള്ള അക്ഷരത്തിലുള്ള പിക്ചറാണ് കറക്റ്റ്. ഇനി ഈ 4 അക്ഷരങ്ങളും കൂട്ടി യോജിപ്പിച്ചാൽ നിങ്ങൾക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു വേർഡ് കിട്ടും. ഏതാണ് ആ വേർഡ്? യെസ്, BOAT, ബോട്ട് എന്നുള്ള വേർഡാണ് കിട്ടിയത്. Okay dears, complete your textbook activities and project work. Okay, see you in next class. Thank you.